സ്കൂൾ വാർഷികം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് GLP സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് മുക്കം ഉപജില്ലയിലെ മുഴുവൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കും LP വിദ്യാർത്ഥികൾക്കുമായി മൈലാഞ്ചി മുൻഷി എന്ന പേരിൽ ഒപ്പന മത്സരം സംഘടിപ്പിച്ചാണ് വാർഷികം ആഘോഷിച്ചത്. സ്കൂൾ വാർഷികമായാലും കലോത്സവങ്ങളായാലും നാട്ടിലെ കൊച്ചു പരിപാടികളായാൽ പോലും കലാസ്വാദകരുടെ മനസ്സിൽ എന്നും ഇടം പിടിക്കുന്ന ഐറ്റമാണ് ഒപ്പന. കക്കാട് ഗവൺമെൻറ് LP സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒപ്പന ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മണവാട്ടിയെയും തോഴിമാരെയും ആസ്വാദകർ ഹൃദയത്തിലേറ്റുവാങ്ങുകയായിരുന്നു. കുഞ്ഞു കുട്ടികളുടെ ഒപ്പന കാണാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും നൂറുകണക്കിന് ആളാണ് കക്കാട് സ്കൂളിൽ ഒഴുകിയെത്തിയത്. ഒപ്പനപ്പാട്ടിൻ്റെ ഇശൽമഴയിൽ മൊഞ്ചത്തിമാർ നിറഞ്ഞാടിയപ്പോൾ കണ്ടു നിന്നവരുടെയും മനം കുളിർത്തു. നാരിമാരുടെ വാഴ്ത്തിപ്പാട്ടും മണവാട്ടിയുടെ നാണച്ചിരിയും ചന്തത്തിലുള്ള ചുവടുകളും കൂടിയായപ്പോൾ ഒപ്പന ഫെസ്റ്റ് വേറിട്ട അനുഭവമായി മാറി. LP വിഭാഗം കുട്ടികൾ പരമ്പരാഗത വേഷത്തിൽ അണിനിരന്നപ്പോൾ മോഡേൺ ഡ്രസ്സിലായിരുന്നു പ്രീ പ്രൈമറിയിലെ കൊച്ചു കുട്ടികളുടെ ഒപ്പന മത്സരം. മത്സരത്തിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ കൊടിയത്തൂർ GMP സ്കൂൾ 1ാം സ്ഥാനവും GPS സ്കൂൾ തോട്ടുമുക്കം 2ാം സ്ഥാനവും GLPS കഴുത്തിട്ടുപ്രായ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. താഴെക്കുടൻ സ്കൂളിലെ കുട്ടികളുടെ മികവാർന്ന കളി ജൂറിയുടെ പ്രത്യേക പരാമർശത്തിനും അർഹമായി. LP വിഭാഗത്തിൽ GLP സ്കൂൾ കഴുത്തിട്ടുപ്രായ കിരീടം ചൂടിയപ്പോൾ GLP സ്കൂൾ ആനയംകുന്നിന് 2ാം സ്ഥാനവും GLP സ്കൂൾ കുമാരനെല്ലൂരിന് 3ാം സ്ഥാനവും ലഭിച്ചു. സമാപന ചടങ്ങ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് കഥാരചനയിൽ A ഗ്രേഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഹംദാനി സാറിനെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിച്ചു. വത്സൻ മഠത്തിൽ മുഖ്യാതിഥിയായി. ഒപ്പന മത്സര വിജയികൾക്കുള്ള പ്രൈസ് മണിയും സർട്ടിഫിക്കറ്റും അദ്ദേഹം വിതരണം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KC റിയാസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ജാനിസ് ജോസഫ്, SMC ഭാരവാഹികളായ KM ജലാലുദ്ദീൻ, കമറുന്നിസ, T ഷഹനാസ്, K ഫിറോസ് എന്നിവർ സംസാരിച്ചു. കലാഭവൻ ബാലുവും ശശി കല്ലടയും നയിച്ച ഗാനമേളയും അരങ്ങേറി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.